ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും മോമോ ഓർഗാനിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ എനിക്കിതേ സുഖമായി വരണുള്ളൂ കേട്ടോ. സൗണ്ടൊക്കെ ക്ലിയർ ആയിട്ട് വരണേ ഉള്ളൂ. അപ്പൊ ഇന്ന് നമ്മൾ മേക്ക് ചെയ്യാൻ പോകുന്നത് മുൾട്ടാണിമിട്ടി വെച്ചിട്ടുള്ള സോപ്പാണ് കേട്ടോ. സോപ്പ് എങ്ങനെയാണ് നമുക്ക് മേക്ക് ചെയ്യാൻ നോക്കാം. അപ്പൊ ഇത് കൂടുതലും ഡ്രൈ സ്കിന്നുകാർക്കാണ് കേട്ടോ യൂസ്ഫുൾ ആയിട്ടുള്ളത്. അപ്പൊ നമുക്ക് മുൾട്ടാണിമിട്ടി പൗഡർ വെച്ചിട്ടാണ് നമ്മളിന്ന് സോപ്പ് ചെയ്യണത് കേട്ടോ. അപ്പോൾ പൗഡർ നമ്മൾ ഫേസ് പാക്കിനൊക്കെ യൂസ് ചെയ്യണതാണ് നമ്മുടെ മുൾട്ടാണിമിട്ടിയുടെ പൗഡർ. നല്ല അടിപൊളി പൗഡറാണ് കേട്ടോ. ഇതൊരു ക്ലേ പൗഡറാണ്. നമ്മുടെ ഗ്ലിസറിന്റെ സോപ്പ് ബേസിലാണ് നമ്മൾ മേക്ക് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. നമുക്ക് ഗോഡ് മിൽക്കിന്റെ ബേസ് ഉണ്ടെങ്കിൽ അതിലും ചെയ്യാം. ഞാനിപ്പോൾ ഗ്ലിസറിന്റെ സോപ്പ് ബേസിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സോപ്പ് ബേസ് കട്ട് ചെയ്ത് മെൽറ്റ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാവേ. അപ്പോൾ നമ്മുടെ സോപ്പ് ബേസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എപ്പോഴും സോപ്പ് ബേസ് കട്ട് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തോളൂ. എങ്കിലാണ് നമ്മുടെ സോപ്പ് ബേസ് പെട്ടെന്ന് തന്നെ മെൽറ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. വലിയ വലിയ പീസുകളാണെങ്കിൽ നമുക്ക് മെൽറ്റ് ആവാനായിട്ട് കുറേ അധികം സമയം എടുക്കും. അപ്പോൾ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യാം കേട്ടോ. സോപ്പ് ബേസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതേ ചെറിയ ചെറിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി മെൽറ്റ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അപ്പം ഇനി ഇത് മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പൊ സോപ്പ് ബേസ് മെൽറ്റ് ചെയ്യാനായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് മുൾട്ടാണിമിട്ടിയുടെ പൗഡർ ഒരു 2 ടീസ്പൂണോളം എടുക്കുക. ഞാനിപ്പോൾ 600 ഗ്രാം ബേസിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു 2 ടീസ്പൂണോളം എടുക്കുക. ഇനി നമുക്കിത് മിക്സ് ചെയ്യണം കേട്ടോ. ഇതിൽ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്ത് മിക്സ് ചെയ്യണം. ഇനി നമുക്കിതിലേക്ക് അലോവേറയുടെ കുറച്ച് എക്സ്ട്രാക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ചുകൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇത് നല്ലോണം ഇതിൽ മിക്സ് ആവുന്ന രീതിയിൽ നമ്മൾ എക്സ്ട്രാക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. വൈറ്റമിനിയുടെ ഓയിൽ നമുക്കൊരു 3 ഡ്രോപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വെജിറ്റബിൾ ഗ്ലിസറിൻ ആണ് കേട്ടോ. വെജിറ്റബിൾ ഗ്ലിസറിൻ ഒരു 5 ml ആഡ് ചെയ്ത് കൊടുത്ത് നല്ല രീതിയിൽ നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടുക. ഇത് ഈ ഒരു പരുവാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം നമ്മൾ സോപ്പ് ബേസ് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മുൾട്ടാണിമിട്ടിയുടെ ഇത് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ചെയ്യുന്നത്. എല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ മോൾഡ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 100 ഗ്രാമിൻ്റെ പിയേഴ്സ് മോൾഡാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോ മോൾഡിലേക്ക് ഒഴിക്കാം. അതിന് മുന്നേ നമുക്കിതിലേക്ക് ഫ്രാഗ്രൻസ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 12 ml ഫ്രാഗ്രൻസ് ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഓരോ മോൾഡിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള സോപ്പാണ് കേട്ടോ മുൾട്ടാണിമിട്ടിയുടെ സോപ്പ്. ഇതുപോലെ നമുക്ക് ഏത് ക്ലേ പൗഡർ വെച്ചിട്ടും സോപ്പ് ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. നമ്മുടെ സ്കിന്നിനൊക്കെ വളരെ നല്ലതാണ് ഈ ക്ലേ പൗഡർ വെച്ചിട്ടുള്ള സോപ്പുകൾ. നന്നായി നമുക്ക് ടാൻ മാറാനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള സോപ്പാണ് കേട്ടോ. ഏകദേശം ഒരു 3 മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മുടെ സോപ്പുകളെല്ലാം സെറ്റായി കിട്ടും കേട്ടോ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ വന്നിട്ടുള്ള ബബിൾസ് നമുക്ക് റബ്ബിംഗ് ആൽക്കഹോൾ സ്പ്രേ ചെയ്തിട്ട് മാറ്റി കൊടുക്കാം കേട്ടോ. ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ സോപ്പുകളെല്ലാം നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് മോൾഡിൽ നിന്ന് സോപ്പുകൾ ഓരോന്നായിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കുറേ പേര് ചോദിക്കാറുണ്ട് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് സോപ്പുകൾ യൂസ് ചെയ്യുക എന്നുള്ളത്. നമുക്കിത് സെറ്റായി കഴിഞ്ഞാൽ അപ്പം തന്നെ സോപ്പുകൾ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് കവർ ചെയ്ത് വെക്കണം. അപ്പോൾ ഞാൻ ക്ലിൻ ഫിലിമിൽ കവർ ചെയ്തിട്ട് വേറൊരു കവറിലേക്ക് ആക്കിയിട്ടാണ് കേട്ടോ വെക്കാറുള്ളത്. അപ്പം നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് അറിയായിരിക്കും. അപ്പോൾ അതേ എല്ലാം നമുക്ക് മോൾഡിൽ നിന്ന് എടുക്കുകയാണ്. നല്ല ഉറപ്പും അതുപോലെ തന്നെ പതയൊക്കെ ഉള്ള നല്ല അടിപൊളി ബേസ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്നത്. പാരബനും സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ബേസാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സേഫായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽസ്, സോപ്പിൻ്റെ മെറ്റീരിയൽസും ഫ്രാഗ്രൻസും സോപ്പിൻ്റെ എന്ത് ഐറ്റംസ് വേണമെങ്കിൽ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. കോൾ ചെയ്യുന്നവരാണെങ്കിൽ 10 മണിക്ക് ശേഷം, രാവിലെ 10 മണിക്ക് ശേഷമാണ് കേട്ടോ ചെയ്യേണ്ടത്. രാവിലെ വിളിച്ചാൽ കിട്ടില്ല. 10 മണിക്ക് ശേഷം 6:30 വരെയാണ് നമുക്ക് കോൾ വിളിച്ചാൽ കിട്ടുന്ന സമയം കേട്ടോ. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് നിങ്ങൾ വിളിച്ചാൽ മതി. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ സ്റ്റാഫുകൾ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരും കേട്ടോ. അപ്പോൾ സോപ്പൊക്കെ അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ലൈക്കും കമൻറ്റും ഒക്കെ നമുക്ക് വളരെ കുറവാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.